വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KCS റൂൾസുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ്സാണ്. അപ്പോൾ അതിന് മുന്നേ KCS റൂൾസ് അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട ധാരാളം ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ തുടർച്ചയായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇന്ന് റൂൾ 32 പറയണത്. റൂൾ 31 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൂക്ഷിക്കേണ്ട ബുക്കുകളെ കുറിച്ചിട്ടൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി റൂൾ 32 ആണ് പറഞ്ഞിട്ടുള്ളത്. 32ലും കാര്യമായ അമെൻമെൻ്റ് ഒന്നും വന്നിട്ടില്ല, പക്ഷെ എന്നാലും നമ്മൾ നോക്കിയിട്ട് പോവുകയാണ്. റൂൾ 32 പറയണത് സർട്ടിഫൈയിങ് കോപ്പീസ് ഓഫ് റെസല്യൂഷൻസ്, എൻട്രീസ് ഇൻ ബുക്സ് എക്സെട്ര ബൈ സൊസൈറ്റീസ്. റൂൾ 32 എന്താ പറയുന്നത്? സർട്ടിഫൈയിങ് കോപ്പീസ് ഓഫ് റെസല്യൂഷൻസ്, എൻട്രീസ് ഇൻ ബുക്സ് എക്സെട്ര ബൈ സൊസൈറ്റീസ് ആണ് റൂൾ 32. അപ്പോൾ അതിൻ്റെ കണ്ടൻറ് എന്താണെന്ന് നോക്കാം. ഫോർ ദ പർപ്പസസ് സ്പെസിഫൈഡ് ഇൻ സബ്സെക്ഷൻ 1 and 2 ഓഫ് സെക്ഷൻ 103 സബ്സെക്ഷൻ 1ലും 2ലും പറഞ്ഞിട്ടുള്ള പ്രകാരം കോപ്പീസ് ഓഫ് ദ ഡോക്യുമെൻറ്റ്സ് ഓർ എൻട്രീസ് ഷാൾ ബി സർട്ടിഫൈഡ് ബൈ ദ പ്രസിഡൻറ്റ് ഓർ ദ സെക്രട്ടറി ഓഫ് ദ സൊസൈറ്റി ആൻഡ് നോട്ട് ലെസ് ദാൻ 2 members ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മുടെ എക്സാമിന് വരാറുണ്ട് അല്ലേ. അതായത് ഡോക്യുമെൻറ്റ്സിൽ ആരാണ് സർട്ടിഫൈ ചെയ്യുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ കോപ്പീസ് ഓഫ് ദ ഡോക്യുമെൻറ്റ്സ് എൻട്രീസൊക്കെ ആരാ സർട്ടിഫൈ ചെയ്യുന്നത്? പ്രസിഡൻറ്റ് ഓർ ദ സെക്രട്ടറി ഓഫ് ദ സൊസൈറ്റി. പിന്നെ ആൻഡ് നോട്ട് ലെസ് ദാൻ 2 members കൂടി വേണമെന്നാണ് പറയുന്നത് സർട്ടിഫൈ ചെയ്യുന്നത് കേട്ടോ. സർട്ടിഫൈയിങ് കോപ്പീസ് ഓഫ് റെസല്യൂഷൻസ് ആണല്ലോ പറയുന്നത്. റെസല്യൂഷൻ എന്ന് വെച്ചാൽ ജനറൽ ബോഡി കൂടിയിട്ട് ഒരു പ്രമേയം പാസ്സാക്കില്ലേ. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ മീറ്റിംഗ് വിളിച്ചു കൂട്ടും. മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് എല്ലാവർക്കും നോട്ടീസൊക്കെ കൊടുത്തിട്ട് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടാവും അവരത് അവതരിപ്പിക്കും. എന്നിട്ട് അവർ റെസല്യൂഷൻ പാസ്സാക്കും. അപ്പോൾ ഈ റെസല്യൂഷൻ സർട്ടിഫൈ ചെയ്യുന്ന ആൾക്കാരെയാണ് പറഞ്ഞത് പ്രസിഡൻറ്റ് ഓർ ദ സെക്രട്ടറി എന്നാണ്. രണ്ടാളും കൂടി വേണ്ട, പ്രസിഡൻറ്റ് ഓർ ദ സെക്രട്ടറി. പിന്നെ നോട്ട് ലെസ് ദാൻ 2 members, 2ൽ കുറയാത്ത ആൾക്കാർ അതിൽ സർട്ടിഫൈ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം കേട്ടോ. പ്രൊവൈഡഡ് ദാറ്റ് വേർ ആൻ ഓർഡർ ഹാസ് ബീൻ പാസ്ഡ് അണ്ടർ സെക്ഷൻ 72 പ്രകാരം എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ അപ്പോയിൻറ്റിംഗ് ലിക്വിഡേറ്റർ ഓഫ് ദ സൊസൈറ്റി ബൈ ദ ലിക്വിഡേറ്റർ ആൻഡ് വെൻ എ കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഹാവ് ബീൻ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 32 പ്രകാരം അഡ്മിനിസ്ട്രേറ്ററെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയോ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ സെക്ഷൻ 33 പ്രകാരം എനി പേഴ്സൺ ഓഫ് സച്ച് കമ്മിറ്റി ഓർ എനി വൺ ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഡ്യൂലി ഓതറൈസ്ഡ് ഇൻ ദിസ് ബിഹാഫ് ബൈ സച്ച് കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ മേ സർട്ടിഫൈ ദ കോപ്പീസ്. ആ സമയത്താണെങ്കിൽ ആരാ ചെയ്യുക? അപ്പം ഓർഡർ പാസ് ചെയ്യുന്നത് ലിക്വിഡേറ്റർ ആണെങ്കിൽ അവർക്കാണ് അല്ലേ സർട്ടിഫൈ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലിരിക്കുമ്പോഴാണ് എന്തെങ്കിലും ഇങ്ങനെ റെസല്യൂഷൻ വേണ്ടതെങ്കിൽ അവിടെ ആരാ ചെയ്യുക? അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും അല്ലേ. പിന്നെ എവറി സർട്ടിഫൈഡ് കോപ്പിക്ക് സീല് നിർബന്ധമാണ്. സൊസൈറ്റിക്ക് ഒരു സീലുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് എവറി സർട്ടിഫൈഡ് കോപ്പി ഷാൾ ബിയർ എ സീൽ ഓഫ് ദ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദ ചാർജസ് ടു ബി ലിവിഡ്, അതിന് പ്രത്യേകമായിട്ടുള്ള ചാർജസ് അടയ്ക്കണം. സർട്ടിഫൈഡ് കോപ്പീസ് ഷാൾ നോട്ട് എക്സീഡ് ദ എമൗണ്ട്സ് സ്പെസിഫൈഡ് ബിലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചാർജസ് എങ്ങനെയാണെന്ന് വെച്ചാൽ സപ്ലൈ ചെയ്യുക ഫോർ എവറി 175 വേർഡ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രാക്ഷനായിട്ടുള്ള റിട്ടൺ ടൈപ്പ്ഡ് മാറ്ററിന് 5 രൂപയാണ് പേയബിൾ ഫീ ഉള്ളത്. പിന്നെ വേർ കോപ്പീസ് ആർ സപ്ലൈഡ് പ്രിൻറ്റഡ് ഫോമിലാണെങ്കിൽ ദ കോസ്റ്റ് ഫോം ഫിക്സ് ചെയ്യുന്നത് കമ്മിറ്റിയാണ് കേട്ടോ. കമ്മിറ്റി പ്ലസ് ദ ഫീ കാൽക്കുലേറ്റഡ് അറ്റ് ദ റേറ്റ് സ്പെസിഫൈഡ് ഇൻ ഐറ്റം നമ്പർ 1 ഇൻ റെസ്പെക്റ്റ് ഓഫ് ദ റിട്ടൺ ആർ ടൈപ്പ്ഡ് മാറ്ററിൽ കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്, ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവർക്ക് അതിൻ്റെ ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ടായിരിക്കും, അതിനനുസരിച്ചിട്ടാണ്. പിന്നെ അടുത്തത് പറഞ്ഞത് റൂൾ 33 റൂൾ 33 സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റിട്ടേൺസ് ടു ബി ഫർണിഷ്ഡ് ബൈ ദ സൊസൈറ്റിയാണ്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ വിത്തിൻ 6 months ക്ലോസർ ഓഫ് എവറി ഫിനാൻഷ്യൽ ഇയർ അവർ ഉണ്ടാക്കണമല്ലോ. ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യണമല്ലോ. അതൊക്കെയാണല്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഫയൽ ദ ഫോളോയിങ് റിട്ടേൺസ് ബിഫോർ ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഡ്യൂലി സർട്ടിഫൈഡ് ബൈ ദ കമ്മിറ്റി. അതായത് കമ്മിറ്റി സർട്ടിഫൈ ചെയ്തതിന് ശേഷം എല്ലാ
ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നതിന് 6 മാസം വിത്തിൻ 6 മന്ത്സിനുള്ളിൽ അവസാനിച്ച് 6 മന്ത്സിനുള്ളിൽ ഇത് റിട്ടേൺസൊക്കെ ആർക്ക് സബ്മിറ്റ് ചെയ്യണം? രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് റൂൾ 33 പറയുന്നത്. എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ റൂൾ 33 കുറച്ച് അമെൻമെൻറ്റുകൾ വന്നിട്ടുണ്ട്, നമ്മളത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധാപൂർവം വായിച്ചു നോക്കാം. റൂൾ 33 എന്താ പറഞ്ഞിട്ടുള്ളത്? എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ വിത്തിൻ 6 months ഓഫ് ദ ക്ലോസർ ഓഫ് എവറി ഫിനാൻഷ്യൽ ഇയർ ഫയൽ ചെയ്യണം ദ ഫോളോയിങ് റിട്ടേൺസ്. താഴെ പറഞ്ഞിട്ടുള്ള റിട്ടേൺസ് ഫയൽ ചെയ്യണം ബിഫോർ ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കേട്ടോ. അത് ഡ്യൂലി കമ്മിറ്റി സർട്ടിഫൈ ചെയ്യും വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ എ ആയിട്ട് പറയണത് എ കോംപ്രിഹെൻസീവ് ആനുവൽ റിപ്പോർട്ട് ഇറ്റ്സ് ആക്ടിവിറ്റീസ്. അവരുടെ ആക്ടിവിറ്റീസ് അടങ്ങുന്ന ഒരു കോംപ്രിഹെൻസീവായ ആനുവൽ റിപ്പോർട്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടായിരിക്കണം. പിന്നെ ബി പറയുന്നത് ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഇൻക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ R&D ആണല്ലോ അവർ പ്രധാനപ്പെട്ടത്. അപ്പം റിസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, അപ്പോൾ അതുണ്ടായിരിക്കണം. ഓഡിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഇൻക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ റിസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് ഫോർ ദ ഇയർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഉൾപ്പെടുന്നതുണ്ടായിരിക്കണം. പിന്നെ ബി എ പറഞ്ഞിട്ടുള്ളത് റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ബി എ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോപ്പറേറ്റീവിലൂടെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. April 1 മുതൽ കോപ്പറേറ്റീവിലൂടെ വോയിസ് ക്ലാസ്സാണ്. വോയിസ് ക്ലാസ് PDF കൊടുത്തിട്ട് അതിൻ്റെ വോയിസ് ക്ലാസ്സാണ്, ടെലഗ്രാം വഴിയാണ് ക്ലാസ് നടത്തുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആഡ് ആക്കാനുള്ള ഗ്രൂപ്പൊക്കെ തരാം. അപ്പോൾ ചെറിയൊരു ഫീസാണ് നമ്മൾ വാങ്ങുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കൂടാതെ ആഴ്ചയിൽ 4 മോഡൽ എക്സാമും കൂടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആഴ്ചയിൽ 4 മോഡൽ എക്സാം കൂടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ നമ്മുടെ യൂട്യൂബിൽ ഇപ്പം നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന നോട്ടുകളെല്ലാം ഉണ്ടല്ലോ, അതിൻ്റെ PDF നമ്മൾ അതാത് ഫോൾഡറിൽ ഇടുന്നുണ്ട്. അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ച് ഒന്ന് വാട്സപ്പ് ചെയ്ത് ചോദിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ന്യൂ അമെൻമെൻറ്റിൻ്റെ കാര്യം ഇനി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ബി എ എന്ന് പറഞ്ഞിട്ട്, ബിക്ക് ശേഷം ബി എ എന്ന് പറഞ്ഞിട്ടാണ് പുതിയൊരു ഇൻസെഷൻ വന്നിട്ടുള്ളത്. റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട്. റെക്ടിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓഡിറ്റിങ്ങിൽ പറയുമല്ലോ, അത് അപ്രൂവ്ഡ് ബൈ ദ കമ്മിറ്റി ഓൺ സമ്മറി ഓഫ് ഡിഫെക്ട്സ് ഇൻ ദ ഓഡിറ്റ് റിപ്പോർട്ട്. പിന്നെ ആൻഡ് ദ അപ്രൂവൽ ഓഫ് ജനറൽ ബോഡി ഓഫ് ദ സൊസൈറ്റി ഓൺ സ്റ്റെപ്സ് ടു ബി ടേക്കൺ ഫോർ ദ റെക്ടിഫിക്കേഷൻ ഓഫ് സച്ച് ഡിഫെക്ട്സ്. അതാണ് ബി എയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് പിന്നെ ക്വാർട്ടർലി റിട്ടേൺസും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്വാർട്ടർലി റിട്ടേൺസ് ഓൺ ദ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ഡ്യൂലി സർട്ടിഫൈഡ് ബൈ ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അപ്പോൾ പ്രത്യേകം നോക്കണം, ക്വാർട്ടർലി റിട്ടേൺസ് ഓഫ് ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ആരാണ് സർട്ടിഫൈ ചെയ്യുന്നത്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി സർട്ടിഫൈ ചെയ്തിട്ടാണ് ഈ ഒരു റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വെക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. അപ്പോൾ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് കമ്മിറ്റി അപ്രൂവ് ചെയ്തത് ഉണ്ടായിരിക്കണം. അതിൻ്റെ കമ്മിറ്റി ഓൺ സമ്മറി ഡിഫെക്ട്സും ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ക്വാർട്ടർലി റിട്ടേൺസും ക്രെഡിറ്റ് ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടുള്ള ക്വാർട്ടർലി റിട്ടേൺസ് ആര് സർട്ടിഫൈ ചെയ്യണം? ചീഫ് എക്സിക്യൂട്ടീവ് സർട്ടിഫൈ ചെയ്തിട്ടാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്. പിന്നെ അടുത്തത് പറയുന്നത് പ്ലാന് വേണം. സർപ്ലസ് ഡിസ്പോസൽ എന്തൊക്കെയാണ് ജനറൽ ബോഡിയാണ് അപ്രൂവ് ചെയ്യുക. സർപ്ലസ് ഡിസ്പോസൽ അവർ അപ്രൂവ് ചെയ്തതിൻ്റെ പ്ലാന് വേണം. പിന്നെ ലിസ്റ്റ് ഓഫ് അമെൻമെൻറ്റ്സ് ടു ദ ബൈലോസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രധാനപ്പെട്ട അമെൻമെൻറ്റുകൾ എന്തെല്ലാമാണെന്ന് പറയണം, അതിലുണ്ടായിരിക്കണം, അതിൽ വെക്കണം. പിന്നെ ഡിക്ലറേഷൻ റിഗാർഡിംഗ് ദ ഡേറ്റ് ഓഫ് ഹോൾഡിംഗ് ഓഫ് ഇറ്റ്സ് ജനറൽ ബോഡി മീറ്റിംഗ് ആൻഡ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻസ് വെൻ ഡ്യൂ, അതിനെ സംബന്ധിക്കുന്ന ഡിക്ലറേഷൻസ് ആഡ് ചെയ്യണം. പിന്നെ പുതുതായിട്ട് EA എന്ന് പറഞ്ഞൊരു ക്ലോസ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് ഓൾ ലയബിലിറ്റീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റിയിലെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റീസ്, ബാധ്യതകളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയൊരു ലിസ്റ്റ് വേണം. പിന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സ്, എംപ്ലോയീസ് ഓഫ് ദ സൊസൈറ്റി, അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഡ്യൂ ടു സൊസൈറ്റി ഫോർ ദ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ, അത് മുൻപത്തെ സാമ്പത്തിക വർഷം അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയാലും അവർ എടുത്തതോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനുള്ള ബാധ്യതകളെക്കുറിച്ച് ആരൊക്കെയാണ് ആ സൊസൈറ്റിക്ക് തരാനുള്ളത്, അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടൊരു ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് ലയബിലിറ്റീസ് തന്നെ ഈ ഒരു ഇതിൽ കൂടെ കൊടുക്കണം കേട്ടോ.
പിന്നെ എനി അതർ ഇൻഫോർമേഷൻ റിക്വയർഡ് ബൈ ദ രജിസ്ട്രാർ ആക്ട് ആൻഡ് റൂൾസ് പ്രകാരം പിന്നെ എന്ത് ചോദിക്കുന്നുവോ അതും കൊടുക്കാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട്. പ്രൊവൈഡഡ് ദാറ്റ് ദ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ഈച്ച് ഇയർ ഷാൾ ബി പ്രിപ്പയർഡ് ബൈ ദി ചീഫ് എക്സിക്യൂട്ടീവ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വിത്തിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയറിൽ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ആണ് അല്ലേ. ആൻഡ് ഹി ഷാൾ സബ്മിറ്റ് ഇറ്റ് ബിഫോർ ദ മാനേജിംഗ് കമ്മിറ്റിയുടെ മുമ്പാകെയാണ് സബ്മിറ്റ് ചെയ്യുക. നമ്മൾ ഓഡിറ്റിങ്ങിൽ പഠിച്ചതാണ്. മാനേജിംഗ് കമ്മിറ്റി മുമ്പാകെ സബ്മിറ്റ് ചെയ്യും. ആൻഡ് ദ ഫാക്ട് ടു DCA ഓർ ടു ദ പേഴ്സൺസ് ഓതറൈസ്ഡ് ബൈ ഹിം ഇൻ ദിസ് റിഗാർഡ്. എന്നിട്ട് പിന്നെ ആ ഫാക്റ്റ് DCAനെ അറിയിക്കും കേട്ടോ. പിന്നെ പോരാത്തതിന് അല്ലെങ്കിൽ അദ്ദേഹം ഓതറൈസ് ചെയ്യുന്ന ആളെ. ഓക്കെ, ഈ അതായത് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് മാനേജിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് എന്ന ഫാക്റ്റാണ് ആരെന്നെ അറിയിക്കുന്നത്? DCA അല്ലെങ്കിൽ DCAയുടെ ചുമതലപ്പെട്ട ആൾക്ക്. ദ ലാബ്സ് ഓൺ ദ റിപ്പോർട്ട് പാർട്ട് ഓഫ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഇൻ ദിസ് റിഗാർഡ് വിൽ ബി കൺസിഡേർഡ് ആസ് ആൻ ഒഫൻസ് അണ്ടർ സബ്സെക്ഷൻ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് ഒഫൻസാണ്. 94(4) പ്രകാരം ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്ത് വന്ന ഒരു ഒഫൻസാണ്. അപ്പോൾ അതിന് പിഴയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തത് പറയുന്നത് ഇൻ കേസ് ഓഫ് ഫെയിലിയർ. ഇനിയിപ്പോൾ ഇനി ഏതെങ്കിലും സൊസൈറ്റി സബ്മിറ്റ് ചെയ്യാൻ ഫെയിലിയർ ആയി എന്ന് വിചാരിക്കാം. ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺസ് ഈ പറഞ്ഞിട്ടുള്ള സ്പെസിഫൈഡ് ഇൻ ദ ഫോർഗോയിങ് സബ് റൂൾസിൽ പറഞ്ഞിട്ടുള്ളത് വിത്തിൻ ദ ടൈം ഡയറക്റ്റഡ് ബൈ ഹിം, രജിസ്ട്രാർ പറഞ്ഞ സമയത്തിനുള്ളിൽ. അപ്പോൾ ദ രജിസ്ട്രാർ മേ ഡെപ്യൂട്ട് ഒരു ഓഫീസറിനെ ഡെപ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഓർ എനി പേഴ്സൺ ഓതറൈസ്ഡ് ഇൻ ദിസ് ബിഹാഫ് അവരെ ഡെപ്യൂട്ട് ചെയ്യും ടു പ്രിപ്പയർ നെസസറി സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ റിട്ടേൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഡെപ്യൂട്ട് ചെയ്യും. ഇൻ സച്ച് കേസസ് ഇറ്റ് ഷാൾ ബി കോമ്പീറ്റൻറ്റ് ഫോർ ദ രജിസ്ട്രാർ ടു ഡിറ്റർമിൻ വിത്ത് റെഫറൻസ് ടു ദ ടൈം ഇൻവോൾവ്ഡ് ഇൻ ദ വർക്ക് ആൻഡ് ദ ഇമോളുവൻസ് ഓഫ് ദ ഓഫീസർ ഡെപ്യൂട്ടഡ് ടു ഡു ഇറ്റ്. ദ ചാർജസ് വിച്ച് സൊസൈറ്റി കൺസേൺഡ് ഷുഡ് പേ ടു ദ ഗവൺമെൻറ് ഓർ ടു ദ പേഴ്സൺ കൺസേൺഡ് ആൻഡ് ടു ഡയറക്റ്റ് ഇറ്റ് റിക്കവറി. അത് സൊസൈറ്റിയിൽ നിന്ന് റിക്കവർ ചെയ്യും എന്നാണ് പറയണത്. അതായത് കോസ്റ്റ് ഉണ്ടല്ലോ, അങ്ങനെ അവർ ചെയ്യാത്തത് കൊണ്ടല്ലേ, അവർ സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഒരാളെ ഡെപ്യൂട്ട് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് സൊസൈറ്റിയിൽ നിന്ന് ഈടാക്കും. ഇനി അങ്ങനെ ഫെയിലിയർ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഇൻ കേസ് ഓഫ് ദ ഫെയിലിയർ സംഭവിച്ചു എന്ന് വയ്ക്കുക, അപ്പം സബ്മിറ്റ് ക്വാർട്ടർലി റിട്ടേൺസ് ഓൺ ദ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ഡ്യൂലി സർട്ടിഫൈഡ് ബൈ ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് സ്പെസിഫൈഡ് ഇൻ ദ സബ്സെക്ഷൻ. അവർക്ക് എന്തുണ്ട്? ഫൈൻ ഉണ്ട് അല്ലേ. ഇനി പറഞ്ഞില്ലേ നമ്മൾ ക്വാർട്ടർലി റിട്ടേൺസ് ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ ഫൈൻ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഫൈനിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ഫൈനിൻ്റെ കോളാണിത്. അപ്പോൾ എന്തൊക്കെ ഫൈനുകളാണിത്? 3A പറയണത് കേട്ടോ. എന്തൊക്കെ ഫൈനുകളാണെന്ന് നോക്കാം. ഇൻ കേസ് ഓഫ് ഫെയിലിയർ ബൈ എനി സൊസൈറ്റിയുടെ ഫെയിലിയറാണ് ടു സബ്മിറ്റ് ക്വാർട്ടർലി റിട്ടേൺസ് ഓൺ ദ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ഡ്യൂലി സർട്ടിഫൈഡ് ബൈ ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അത് ക്വാർട്ടർലി റിട്ടേൺസ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ 66C സബ്സെക്ഷൻ 2 പ്രകാരം എന്താണ് ഫൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ക്ലാസ് 1 സൊസൈറ്റീസ് ആണെങ്കിൽ, ക്ലാസ് 1 സൊസൈറ്റീസ് ആണ്, അവർക്ക് 10,000 രൂപയാണ് ഫൈന് വരിക. പിന്നെ ക്ലാസ് 2 ആൻഡ് 3 2നും 3നും അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അനുസരിച്ചിട്ടാണ്, അക്കോർഡിംഗ് ടു ദെയർ ഫിനാൻഷ്യൽ പൊസിഷൻ അനുസരിച്ചിട്ടാണ് അപ്പൻഡിക്സ് 3 ഈ റൂളിൽ 8,000 രൂപ വരും. സൊസൈറ്റീസ് കമ്മിങ് അണ്ടർ ദ ക്ലാസിഫിക്കേഷൻ 4 ആൻഡ് 5 കാറ്റഗറിയിലാണെങ്കിൽ 6,000 രൂപയാണ് ഫൈനായിട്ട് വരിക. പിന്നെ ഓൾ അതർ സൊസൈറ്റീസ്, മറ്റെല്ലാ സൊസൈറ്റികൾക്കും 5,000 രൂപയാണ് ഫൈന് വരുന്നത്. അപ്പോൾ എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ആസ് ഓൺ ലാസ്റ്റ് ഡേ ഓഫ് ഈച്ച് കോപ്പറേറ്റീവ് ഇയർ. ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് കൊടുക്കണം എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസും. ഈ ലിസ്റ്റ് ഓപ്പൺ ആണ്, അതായത് സൊസൈറ്റിയുടെ ഓഫീസ് ഹവേഴ്സിൽ ഇൻസ്പെക്ഷൻ റെഡി ആയിരിക്കണം എന്നാണ് പറയണത്. എനി മെമ്പർ, ഏതെങ്കിലും മെമ്പർ പരിശോധിക്കാൻ വന്നാൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് അവരുടെ ലിസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ റെഡി ആയിരിക്കണം, അതിന് കാണിച്ചു കൊടുക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു ഭാഗം. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ ഈ ഫൈനുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഫൈനുകളൊക്കെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കണം. ഓക്കെ, പിന്നെ ഇവിടെയും ഒരു കോളം വന്നിട്ടുണ്ട്, അപ്പോൾ ആ കോളം ഒന്ന് നോക്കണം. ഇതൊക്കെയാണ് ഈ ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ റൂളുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക്
ഈ ഒരു അമെൻമെൻറ്റിൻ്റെ വന്ന ഭാഗം കേട്ടോ. അപ്പോൾ അമെൻമെൻറ്റിൻ്റെ മാറി വന്ന ഫീസിൻ്റെ സ്ട്രക്ചറും ആ കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അതിന് ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. ഇനി ഷോർട്ട് നോട്ടല്ല PDF ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ പറഞ്ഞോളൂ, നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോപ്പറേറ്റീവ് ലോ മാത്രമാണ് നമ്മളിപ്പോൾ പറയണത്. കോപ്പറേറ്റീവ് ലോ ആണ് പ്രധാനമായിട്ട് ക്ലാസ് എടുക്കുന്നത്. പക്ഷേ എല്ലാ കണ്ടൻറ്റുകളും നമ്മുടെ വീഡിയോസിൻ്റെ എല്ലാ PDF നോട്ട്സും അവിടെ അവൈലബിൾ ആണ്. കൂടാതെ മോഡൽ എക്സാംസും ഉണ്ട് കേട്ടോ. മോഡൽ എക്സാംസും പിന്നെ PYQ ഡിസ്കഷനൊക്കെ ഉണ്ട്. മോഡൽ എക്സാം 100 മാർക്കിൻ്റെ മോഡൽ എക്സാമാണ്. എല്ലാ സബ്ജക്റ്റും ഉൾപ്പെടുത്തിയിട്ടുള്ള ഓൺലൈൻ മോഡൽ എക്സാമാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്